തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പോലൊരു ചെറിയ ക്യാൻവാസ് അല്ല നിയമസഭയെന്ന് പറയുന്നത്. ധാരാളം നമുക്കറിയാം, ഞാൻ മത്സരിച്ചത് ഒരു വലിയ കോടീശ്വരനോടാണ്. അദ്ദേഹത്തോടൊപ്പം പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് ധാരാളം സമ്പത്തുണ്ടാവണം. അദ്ദേഹം എത്ര ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കുന്നു, അതിനൊപ്പം നമ്മൾ ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കണം. അപ്പോൾ സാമ്പത്തിക പരാധീനതയൊന്നും നോക്കാതെ നമ്മൾ പലരുടെയും കയ്യിൽ നിന്ന് പൈസ ആ സമയത്ത് ഡെപ്പോസിറ്റ് ഇട്ടവരുടെ കയ്യിൽ നിന്നെല്ലാം പലിശയ്ക്ക് വാങ്ങി നമ്മൾ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുത്തു. കൊടിക്കുന്നിൽ സുരേഷ് എന്നെ വളരെയധികം സഹായിച്ചു. എങ്കിൽ പോലും സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. അതെല്ലാം അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഞാനില്ല. സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിൽ അത് വീട്ടാനുള്ള വസ്തു എൻ്റെ കുടുംബത്തിനുണ്ട്. അത് വിറ്റാണെങ്കിലും നമുക്ക് സാമ്പത്തിക ബാധ്യത തീർക്കാം. അതൊന്നുമല്ല, ഞാൻ സൂചിപ്പിച്ചതുപോലെ ധാരാളം തിക്താനുഭവങ്ങൾ എനിക്കുണ്ടായി. അതൊന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ, തിക്താനുഭവങ്ങൾ ഉണ്ടായി. അത് വരും സമയങ്ങളിൽ നമുക്ക് പറയാം. അതെ അതെ. അത് പ്രസിഡന്റ് അല്ലേ സംസാരിക്കേണ്ടത്, ഞാനല്ല. അത് പ്രസിഡന്റ് സംസാരിക്കും. അതെ അതെ അതെ. ഒരു സ്ഥാനാർത്ഥിയാകുക മാത്രമല്ലല്ലോ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഉത്തരവാദിത്വം. പൊതുസമൂഹത്തോട് ചേർന്ന് നിന്ന് പൊതുപ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തകരുടെ ഉത്തരവാദിത്വം. ഞാൻ പൊതുയാത്രയിൽ അങ്ങനെ പങ്കെടുത്തില്ല, എങ്കിലും സംസാരിച്ചിരുന്നു. എന്നെ വിളിച്ചിരുന്നു. മാധ്യമങ്ങളിലെല്ലാം വന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എന്നെ വിളിച്ചിരുന്നു. ഞാൻ സംസാരിച്ചു. പ്രശ്നങ്ങളല്ല, നമ്മളിപ്പോൾ പല പരാതികളും എനിക്കുണ്ടായ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ധാരാളം ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്ന ഒരാളാണ്. ഞാനൊരു അധികാരമോഹി അല്ലെങ്കിൽ സ്ഥാനമോഹി ആയിരുന്നെങ്കിൽ തീർച്ചയായും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇന്ന് ഞാൻ കുളക്കട ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായേന്. ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധ്യക്ഷയായേന്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പഞ്ചായത്തിൽ മത്സരിക്കാതിരുന്നില്ല. ഞാൻ 2 തവണ മത്സരിച്ച എൻ്റെ സ്വന്തം വാർഡിൽ തീർച്ചയായും ആദ്യം പാർട്ടി എന്നെയാണ് പരിഗണിച്ചത്. ഞാൻ തന്നെ പുതിയ ഒരാൾക്ക് വേണ്ടി വഴിമാറി കൊടുക്കുകയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കാൻ 2 ഡിവിഷനാണ് ഉണ്ടായിരുന്നത്, കുളക്കടയും കലയപുരവും. കുളക്കട എന്ന് പറയുന്നത് ജനറൽ സീറ്റായിരുന്നു, കലയപുരം വനിതാ സീറ്റായിരുന്നു. കുളക്കട ഞാൻ ജനറൽ സീറ്റ് ചോദിച്ചപ്പോൾ പാർട്ടി അത് ജനറൽ സീറ്റാണ്, അവിടെ മത്സരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. താഴത്ത് കുളക്കടയിൽ 2ാമത് തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനറൽ സീറ്റായിട്ട് പോലും ഒരു പുരുഷനെ പോലും പരിഗണിക്കാതെ പാർട്ടി എന്നെയാണ് പരിഗണിച്ചത്. ആ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു പ്രഗത്ഭനോടാണ് ഞാൻ മത്സരിച്ചത്. എങ്കിലും തെരഞ്ഞെടുപ്പിൽ വലിയ കോലാഹലങ്ങളൊക്കെ സൃഷ്ടിച്ചെങ്കിൽ പോലും ആ തെരഞ്ഞെടുപ്പിൽ എനിക്ക് 35 വോട്ടിൽ ജയിക്കാൻ സാധിച്ചു. അതിനുശേഷമാണ് ജില്ലാ പഞ്ചായത്തിലും 2ാം തവണ ജനറൽ സീറ്റായി വന്നപ്പോൾ പാർട്ടി എന്നെയാണ് ആദ്യം ആ ഡിവിഷനിൽ പരിഗണിച്ചത്. അപ്പോൾ ഇത് ഈ ജനറൽ സീറ്റാണെങ്കിൽ എനിക്ക് മത്സരിക്കാൻ പറ്റില്ലെന്ന് പറയുന്ന വാദത്തോട് ഞാൻ യോജിക്കുന്നില്ല. ആ ഡിവിഷൻ തന്നില്ല. പക്ഷേ തൊട്ടടുത്ത ഡിവിഷൻ കലയപുരം വനിതയായിരുന്നു, അതും ഞാൻ ആവശ്യപ്പെട്ടു. ആ സീറ്റും എന്നോടൊപ്പം നിന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ധാരാളം, എന്നെ സ്നേഹിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കം പലരും എനിക്ക് വേണ്ടി ആ സീറ്റ് ചോദിച്ചു. ആ സീറ്റ് ചോദിച്ചതിന് ശേഷമുണ്ടായ ധാരാളം പ്രശ്നങ്ങൾ, പാർട്ടിയുടെ കൊട്ടാരക്കരയിൽ അധ്യക്ഷ പദം അലങ്കരിച്ചിരുന്ന പലരും ഇന്ന് അവരെല്ലാം DCCയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളായി മാറിക്കഴിഞ്ഞു. അവർ വളരെ മോശമായ വാക്കുകളാണ് എന്നെ ഉപയോഗിച്ചത്. ഒരു പാർട്ടി മീറ്റിങ്ങിലാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, പക്ഷേ ഒരു പൊതുസ്ഥലത്ത് നിന്നാണ് എന്നെ വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചത്. അതാണ് എന്നെ വേദനിപ്പിച്ചത്. ധാരാളം തിക്ത അനുഭവങ്ങളാണ് അതിനുശേഷം ഉണ്ടായത്. എൻ്റെ ധാരാളം സുഹൃത്തുക്കളെല്ലാം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവരാരും അദ്ദേഹം പ്രയോഗിച്ച വാക്ക്, എനിക്കത് മാധ്യമ സുഹൃത്തുക്കളോടോ ഞാൻ സ്നേഹിക്കുന്ന പൊതുസമൂഹത്തോടോ ഒന്നും എനിക്ക് ആ വാക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇടതുപക്ഷ എൻ്റെ എതിർപാളയത്തിൽ നിൽക്കുന്ന ഒരാൾ, എന്നെ സ്നേഹിക്കുന്ന ഒരാളാണ് എന്നെ വിളിച്ച് വൈകിട്ട് പറഞ്ഞത്, ഇന്ന ഒരാൾ അവിടെ നിന്നിങ്ങനെ സംസാരിക്കുകയുണ്ട്, എന്താണ് കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ അതിനുശേഷം എന്നെ മാനസികമായി അത് ഒത്തിരിയും തളർത്തി. ഞാൻ അതിന് പരാതി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും DCCയുടെ അധ്യക്ഷൻ അടക്കമുള്ളവർക്ക് പരാതി നൽകിയിരുന്നു. ആ പരാതി ഒന്ന് പരിഹരിക്കാൻ പോലും തയ്യാറായില്ല. അതാണ് എൻ്റെ പാർട്ടി മാറ്റത്തിലെ ഏറ്റവും ഉണ്ടായത്. ഇല്ല ഇല്ല, പിന്നെ സംസാരിച്ചിരുന്നില്ല. പരാതി കൊടുത്തു, പരാതിക്ക് പരിഹാരം ഒന്നും ഉണ്ടായില്ല. വ്യക്തി ഞാൻ വരും സമയങ്ങളിൽ പറയാം. കൊടിക്കുന്നിൽ സുരേഷ് MP സംസാരിച്ചു, VD സതീശൻ അദ്ദേഹവും സംസാരിച്ചു.